സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിലേക്ക് സ്വാഗതം. ജീവാർത്ഥമായ ശ്വാസന കേൾക്കുന്ന ചെവിയുള്ളവൻ ജ്ഞാനികളുടെ മധ്യേ വസിക്കും. സദൃശവാക്യം 15:31 വാക്യം. ക്രിസ്തുവിലുള്ള ഒരു സഹോദരനോടോ സഹോദരിയോടോ നമുക്ക് കഠിനമായി സംസാരിക്കേണ്ടി വരും. കാലാതീതമായ ജ്ഞാനം നിറഞ്ഞൊരു പുസ്തകമായി സദൃശവാക്യങ്ങൾ തിരുത്തൽ കൊടുക്കുന്നതിലും സ്വീകരിക്കുന്നതിലും താഴ്മ പ്രാധാന്യം ആവർത്തിച്ച് പറയുന്നൊരു വിഷയമാണ്. വാസ്തവത്തിൽ സൃഷ്ടിപരമായ മനുഷ്യത്തെ ജീവദായകം എന്ന് വിളിക്കുന്നു. അത് യഥാർത്ഥ ജ്ഞാനത്തേക്ക് നയിക്കുന്നു. സദൃശവാക്യം 15:31. സദൃശവാക്യങ്ങൾ 15:5 പറയുന്നത്, പോഷകൻ അപ്പൻ്റെ പ്രബോധനം നിരസിക്കുന്നു, ശാസനയെ കൂട്ടാക്കുന്നവനോ വേഗിയായി തീരും. വ്യക്തമായി പറഞ്ഞാൽ ശാസന വെറുക്കുന്നവൻ മരിക്കും എന്നാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹപൂർണ്ണവും ജീവദായകവും ഒരു തിരുത്തൽ വാക്ക് പറയേണ്ട ആരെങ്കിലുമുണ്ടോ? അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഈയിടെ ജ്ഞാനപൂർണ്ണമായ ഉപദേശം ലഭിക്കുകയും കോപത്തോടെ നിസ്സംഗതയോടെ പ്രതികരിക്കാൻ നിങ്ങൾ പ്രലോഭിക്കപ്പെടുകയും ചെയ്തിരിക്കാം. ശിക്ഷണത്തെ അവഗണിക്കുക എന്നത് സ്വയം നിന്ദിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ തിരുത്തൽ ശ്രദ്ധിക്കുന്ന ജ്ഞാനം നേടലാണ്. ഇത് താഴ്മയോടെ തിരുത്തൽ നൽകാനും സ്വീകരിപ്പാനും നമ്മെ സഹായിപ്പാൻ ദൈവത്തോട് അപേക്ഷിക്കാം. ക്രിയാത്മകമായ വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു? താഴ്മ കാണാൻ എങ്ങനെയിരിക്കും? പ്രാർത്ഥിക്കാം. പ്രിയ ദൈവമേ, ഞാൻ അങ്ങനെ ജ്ഞാനം തേടുന്നു. ജീവദായക തിരുത്തൽ സ്വീകരിപ്പാൻ തയ്യാറുള്ള താഴ്മയുടെ ഹൃദയം എനിക്ക് തരണമേ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് ഇൻ ജീസസ് നെയിം. ആമേൻ.